PSW അപ്ലൈ ചെയ്തൊരു മാസത്തിന് ശേഷം എനിക്ക് ഇവിടെ തന്നെ ഒരു കമ്പനിയിൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അഡ്വൈസറായിട്ട് ജോലിക്ക് കയറി ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവരെനിക്ക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജറായിട്ട് പ്രൊമോഷൻ ചെയ്യുന്നു. ഫസ്റ്റ് ഒരു ചോദ്യം, ഈ ജോലി കിട്ടി ഒരു വർക്ക് പെർമിറ്റ് കിട്ടുമായിരുന്ന ഒരു മേഖലയായിരുന്നു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. എന്തുകൊണ്ട് ഒരു ബിസിനസ് എന്നുള്ളൊരു മൈൻഡിലോട്ട് വന്നു? എൻ്റെ അടുത്ത് ഫാമിലിയിലുള്ളവർ അത് ഈ ചോദ്യം ചോദിച്ചു, കാരണം ഈ റിസ്ക് ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമുണ്ടോ? അതെ, തുറന്നു പറയുകയാണെങ്കിൽ അടുത്ത ഒരു 3 to 5 years ആകുമ്പോഴത്തേക്കിന് ഇപ്പം എനിക്കിപ്പോൾ എല്ലാവരും 9 വർഷം എക്സ്പീരിയൻസ് ആവുന്നു. അപ്പോൾ ഇനി എൻ്റെ ഒരു കരിയർ ഗ്രോത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കിന് അതൊരു സ്ഥലത്തേക്ക് എത്തി അവിടെ നിന്നു സാച്ചുറേറ്റഡ് ആയി മാറുക. അപ്പോൾ ആ അവസ്ഥയിൽ എത്തുമ്പോഴത്തേക്കിന് ഇറ്റ്സ് ടൈം ടു എന്തായാലും ഒരു 3-4 വർഷം ആൾക്കാർ മാറി ചിന്തിക്കും. അതിലും ബെസ്റ്റ് ഫസ്റ്റ് നമുക്ക് ചിന്തിക്കാം. പിന്നെ ബ്രോ പറഞ്ഞ പോലെ ജോലി ഇല്ലെങ്കിൽ ക്രിയേറ്റ് ജോബ്സ്, ഏറ്റവും ബെസ്റ്റ് അതാ. പിന്നെ എന്റെ സ്കിൽ സെറ്റ് ഞാൻ കുറെ കൂടെ മനസ്സിലാക്കിയപ്പോഴത്തേക്കും ഇറ്റ്സ് ബെറ്റർ ഐ ക്യാൻ മാനേജ് ആൻഡ് മോണിറ്റർ തിങ്സ്. അതുകൊണ്ട് ഇങ്ങനെ മുന്നിലേക്ക് ഡിപ്രസീവ് ആയിട്ട് ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. പക്ഷെ മുന്നോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞ് ചെയ്യാം.